കോക്കു അജുമാനെ വീട്ടിൽ കയറ്റിണ്ട്. കുട്ടി വേഗം വരണട്ടോ, വേഗം വരണട്ടോ. അമ്മേന്റെ തണ്ട കുട്ടി വേഗം വരണേ. എന്നിട്ട് നമുക്ക് ടാറ്റാറ്റ പോണം, അച്ഛപ്പം കടയിൽ പോണം, അച്ഛൻ കൂടെ കടയിൽ പോണം, അച്ഛന്റെ കടയിൽ പോണം. അച്ഛൻ കുട്ടിക്ക് എന്തൊക്കെയാ വാങ്ങി വെച്ചിട്ടില്ല അറിയോ? മുടിയൊക്കെ വെട്ടി എന്ത് വൃത്തിയുണ്ട് ഇപ്പം. പറഞ്ഞാ മനസ്സിലാവൂലായിരുന്നു. മുടി അങ്ങോട്ട് വളർത്തിയിട്ട് അത് പറഞ്ഞാ മനസ്സിലാവൂലായിരുന്നു. എന്താ എന്താണ് എന്തിന്റെ കേടാടാ എനക്ക്? നമുക്ക് എന്തിന്റെ കേടാ? കട്ടാക്കല്ലേ? ചന്തു അജുമാമനെ ഒരു അടി കൊടുക്കണം കേട്ടാ. അമ്മ അടിക്കാൻ പറയാം. അജുമാമന് ഒരു അടി കൊടുക്കണം കേട്ടോ ചന്തു. എന്താ പ്രശ്നം? എന്റെ പ്രശ്നം മൂട് കുലുക്കിട്ട് എനിക്ക് കാണിച്ചേ. എന്താ അജു എനക്ക് എനക്ക് വല്ല കേടുണ്ടാ? ഞാൻ പോയപ്പോ കരഞ്ഞില്ല, അതാണ് എന്റെ വിഷയം. എന്തിനാ കട്ടാക്കുന്നേ? ഞാൻ സംസാരിക്കല്ലേ? അമ്മ ഓനവിടെ പറയട്ടെ, നമ്മള് മൈൻഡ് ചെയ്യരുത്. ഒരു കുഴപ്പമില്ല, അജുമാവൻ പോയിട്ടെന്ന് പറയണം. ഇക്കിവിടെ EMI ഒക്കെ ഉണ്ടല്ലോ എന്നാ നന്ദക്കുട്ടി പറയണ്ടേ. അപ്പൊ ഓൻ ചമ്മി പോവും. ചന്തു ഓനെ മൈൻഡ് ചെയ്യണ പോലുമില്ല. നോക്കി വിളിച്ചിട്ടൊന്നും ചന്തു അജുമാവിന്റെ അടുത്തേക്ക് ചെന്നില്ല. വെറുതെ പറയാണ്. ചന്തുവിന് അജുമാവിനെ ഇഷ്ടല്ല. അജുമാവിന്റെ സ്വഭാവം നമുക്കറിയില്ലേ? ചന്തുവിനെ ഇങ്ങനെ ഉറങ്ങാനൊന്നും സമ്മതിക്കാത്തോണ്ട് ചന്തുവിന് ഇഷ്ടല്ല അത്രേ. കോക്ക് പറഞ്ഞതാ EMI അടുത്ത്. മാസാണ് എന്നോട് തെറ്റിയിരുന്നത്. ഒരു മാസം തേങ്ങ ഓന്റെ എന്താ പറയാ, മെസ്സേജ് ഹിസ്റ്ററി ഒന്ന് നോക്കി നോക്കണം. ഞാനൊരു 10,000 മെസ്സേജ് അയച്ചോന്. എന്നിട്ട് ഓൻ വന്ന പാടിന്റെ അടുത്ത് മിണ്ടിയേക്ക. നാണല്ലാതല്ലേ ഓൻ എന്തൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പോയതെന്ന് അറിയോ? എന്താലേ മനുഷ്യന്മാരായ വാക്കിന് വില വേണമെന്ന് പറയും. ഞാനൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അജു വന്നോണ്ടാ? എന്താ ബിസിനസ് ഐഡിയ? എന്താ ബിസിനസ് ഐഡിയ? എന്ത്? ബംഗാൾ കാറ്റ്. എന്തിന്? വാങ്ങിയിട്ട് കുറച്ച് കുട്ടികളെ കയ്യിൽ വിൽക്കാം. ഈ ആദ്യം അന്റെ കുട്ടീനെ ഒന്ന് മര്യാദയ്ക്ക് നോക്ക്, എന്നിട്ട് മതി ബംഗാൾ പൂച്ച. അങ്ങനെയല്ല, നമ്മളെ കുട്ടികളെ നോക്കിയിട്ടല്ലേ നമ്മള് പൂച്ചേനെ നോക്കണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. വെച്ചേക്ക്. അങ്ങനെയല്ല, ഇതിലും ബംഗാൾ പൂച്ചയും അല്ല, ബംഗാൾ പൂച്ചകളും കുട്ടികളും ഒന്നിച്ച് വളർന്നോളൂ. ഈ വാങ്ങിച്ചോ, ചന്ത് ബംഗാൾ പൂച്ചേന്റെ കീഴിൽ അങ്ങനെ വളർന്നോളും. നിങ്ങൾക്ക് എപ്പോഴും ആ
ഒരു ബിസിനസിന്റെ ഒരു വളർച്ചയെ പറ്റി ബോധ്യമില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ആ ശരി ശരി, നീ അത് പ്രൂഫ് ചെയ്ത് കാണിക്കും. ഇത് ഇങ്ങനെ പറയുന്നോണ്ടല്ലേ ഞങ്ങളെ പ്രശ്നം. ഇനിയില്ല, ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ മൂട്ടിൽ മണ്ണെണ്ണ ഒഴിച്ചു. ഇനിയിപ്പൊ ഞാൻ എന്ത് തുടങ്ങാനാണ്? അതല്ല പ്രശ്നം ചിക്കോ, ഈ ബിസിനസ് ഐഡിയാസ് ഒക്കെ നീ പറയുന്നേ ഉള്ളൂ. നീ ഞങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കുമ്പോഴേ നമുക്ക് ആ പ്രൂഫായിട്ട് കിട്ടുള്ളൂ. അതാ പ്രശ്നം. ഞാൻ ഇറങ്ങും. ഒന്ന് വെക്കോ പ്ലീസ്. ഞങ്ങൾ ഇവിടെ അച്ഛനെ വിളിച്ചല്ലോ. ബംഗാൾ പൂച്ചനെ വാങ്ങിക്കാൻ പോവാണോ? ഒരു മിനിറ്റ്. ആയിക്കോട്ടാ സത്തേ. ചന്തു ആയിക്കോട്ടെ. ചന്തു ഓടി. ചന്തു പിണക്കാണ്. ചന്തു നിന്നപ്പോ കോക്ക് കൊണ്ടുവരാം കേട്ടോ. ചന്തു മിണ്ടുമ്പോ വിളിക്കാട്ടോ നമുക്ക്. ഞാൻ പോട്ടെ. ഓക്കെ ബൈ. ഓക്കെ ബൈ.